അങ്ങോട്ട് കാറ്റും തണുപ്പും. അതാണ് രാമക്കൽ വീട്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ രണ്ടുപേരും വൈറ്റ്. അതിന്റെ പക്ഷേ ക്രീം ആട്ടാ, വൈറ്റ് അല്ല. മിക്കി മൗസ് ഒക്കെ ഉണ്ട്. കണ്ട ഇച്ചിന്റെ ഇല്ല, ഇച്ചിന്റെ വയറുണ്ട്. പക്ഷെ ആര് പിടിച്ചിരുന്നേ വയറുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. ശരിയാട്ടാ, ആൾക്കാർ എന്തോരം ട്രൈ ചെയ്യണം, നടക്കാറില്ല. പകുതി സ്റ്റുഡൻസ് വെയിറ്റ് ഗെയിനിങ് പറഞ്ഞ ആൾക്കാരാ. അവരെനിക്ക് വിട്, ഞാൻ ആക്കി തരാം. എന്നെ കൂടെ ഇങ്ങനെ കഴിക്കാൻ വന്നാ മതി. അപ്പൊ എന്തായാലും കഴിയില്ല. ഞാൻ മേടിച്ചു കൊടുക്കാം, കാശ് തരാ, ഞാൻ അവർക്ക് ഫുഡ് എന്നിട്ട് കഴിക്കുന്നത്. അങ്ങനെയാണ് തടിയത്. ഈ വീട്ടിലേക്ക് കയറണ അവസ്ഥക്ക് വണ്ടി പോയിട്ട് അത് പൊട്ടി പൊളിഞ്ഞു പോയതാ. അതല്ലല്ലാണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ വഴി. ഈ വീടൊക്കെ എന്റെ അമ്മ ഒരു പകുതി നിന്ന് അവിടെ കല്ലേച്ച് ഞാൻ കയറ്റിയത് കയറ്റാണ്. കേട്ടോ ഇഷ്ടം. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ, സിമ്പിളായിട്ട് ഈ വണ്ടിയില്. സോ നമ്മൾ യാത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഉറങ്ങി. ഇടയ്ക്കൊക്കെ എനിക്ക് എന്നാലും കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഞാൻ എന്റെ അമ്മേ, ആ ബൈക്ക് എന്തിനാ അടുത്ത് കൂടെ പോയി? ഞാൻ പേടിച്ചു. നീ പേടിച്ച ആ ബൈക്കാരും പേടിച്ചിട്ടില്ല. എന്റെ അമ്മച്ചി, ഇതെന്താ ചെലയാ? ഇത് ചേമ്പല. ചീമ്പ. അതാണ് ഇത് സ്പൈസസ് സാധനത്തെ കാട്ടുമണ്ണാണോ? അല്ല, ഇലയിച്ച ഏലക്ക. അതാ കാട്ടുമൺ. കാടുമൺ അതല്ലേ? ആ അതെ അതെ അതെ. അല്ല അതെ, ശരി. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? നേരത്തെ കണ്ടുല്ലോ, എന്താ വീട്? രാമയ്ക്ക് കല്ലും പോട്ടാ. ഇതെങ്ങനെ ഈ വഴി അങ്ങനെ അതൊരു കിലോമീറ്റർ ഉണ്ട് കേട്ടാ. അതല്ലേ ഇടി ഇതടിക്ക് ഫ്രണ്ട് കൊന്തം പറഞ്ഞു. തണുക്കുന്നു. അവിടെ ഇത് കാണാം. ഞങ്ങളത് കാണാൻ പോയി. എന്നിട്ട് കേരളത്തിൽ ഇതില്ലല്ലോ കാറ്റാടി, എന്നിട്ട് അത് കാണാൻ പോയി. എൻ്റെ അടിയൊരു പോയി. അതാണ് രാമക്കൽ വീട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ താഴേന്ന് കയറി വന്നു. ഇനി ഇവിടേക്ക് അപ്പുറത്തേക്ക് കിടക്കുന്ന വഴി ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. ഓഫ് റോഡ് ഏതൊക്കെ ഓഫ് റോഡ് ഇങ്ങനെ ഓഫ് റോഡ് കയറ്റി കൊണ്ടുപോകും. ആണോ? കല്ലിലേക്കാണ് ഓഫ് റോഡ്. അതാണ് കയറണ്ട. അതാണ് 1 കിലോമീറ്റർ നടക്കാണ്ട്. അത് കയറിട്ട് പോകാല്ലേ. ഇതൊന്നുമില്ല, ഇത് ഇത്രേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ചില്ലറിന് 15, അഡൽട്ട് 25, സീനിയർ സിറ്റിസൺ 5. റേഞ്ച് ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ പാർക്ക്. പിന്നെ ഇവിടെ വന്നെന്താ ആ മലയൊക്കെ സൂപ്പർ. അത് തലർങ്ങോട്ടെ വേറെ. ഇതാണ് ഇവിടുത്തെ ടോപ്പ് വ്യൂ. ഒരു ഈ ജീവി പരുന്തല്ലല്ല, അങ്ങനത്തെ സാധനം. അതിൻ്റെ ഒരു ഇത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറാട്ടാ. പിന്നെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അതിന് വേറെ ടിക്കറ്റാണ് 15 രൂപ. ചിൽഡ്രൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് ഇവിടുത്തെ വ്യൂ. നല്ല ഏരിയ കാറ്റാടി ഇത്. പിന്നെ ഇവിടുത്തെ ഏരിയ ഇങ്ങനെയാണ്. നൈസ്. ഓ വ്യൂ ഉടൻ 3 മിനിറ്റ് ഫോട്ടോസ് എടുത്ത് വെക്കണ വ്യൂ. ഓ ഈ വ്യൂ ഒക്കെ നൈസ്. അവിടേക്കൊക്കെ കയറാൻ പറ്റും. അതാണ് രാമക്കൽ കല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് രാമക്കൽ മേട് ഞാൻ വിചാരിക്കുന്നു. മറ്റേ 2 ആൾക്കാരുകൾ. യുകെ കേരളത്തിൽ എന്തോരം കാറ്റാടി മെഷീൻസാ. നൈസ്. ഓ ഇത് ഇവിടെ ഒക്കെ ഉണ്ട്. അങ്ങോട്ട് കാറ്റും തണുപ്പും. നല്ല കാറ്റാണ്. ശുചിത്വം. ഇടി അത് വേറെ വഴിയാ. ഞങ്ങളൊന്നും ആ വഴിയാ തോന്നുന്നു. ഈ വഴി സ്റ്റെപ്പ് വരട്ടെ. വെള്ളത്തിണ്ട്. അത് കയറാൻ പറ്റുമോ? ഞാൻ ഇത് കണ്ടിട്ട് വരാൻ തിരിച്ചു വന്ന ആൾക്കാരല്ല. അത് ഈക്കളല്ലല്ല. എന്തൊരു പോവാണ്ടി. ഇതിങ്ങനെയാണ് വ്യൂ. എടി എന്തോരം ഇതൊക്കെ. അതന്നെ പറഞ്ഞ സ്ഥലം. ആ കല്ല്
അതെന്റെ ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ മല കയറുന്നത്. ട്രക്കിങ് ഇത് ഇങ്ങനെയാണ് വഴി. ഈ വഴി വന്നാണ് ഇതടുത്ത. ഇതാണ് രാമക്കൽ മേട്. സമയം കളയണ്ട, എടുക്കാം. നല്ല കാറ്റ്, നല്ല ഉച്ചക്ക് 11 ചെറിയൊരു തടാകം ഇവിടെ ഉണ്ട്. ഇവിടെ ഇത്ര ഉള്ളൂ, ജസ്റ്റ് ഒരു 10-30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാലോ വേണമെങ്കിൽ ഇവിടെ തണുപ്പത്ത്. ഇവിടെ കറക്റ്റ് ഇവിടെ ആൾക്കാർക്ക് വരുന്നേ കുറച്ചധികം പക്ഷെ ഇരിക്കാൻ വലിയ തണുപ്പായിരുന്നു. പക്ഷെ അത് രസല്ലേ, തണുപ്പ് കൊള്ളാൻ പർപ്പിൾ നോട്ടീസാ ലോട്ടസ്. ആ അതാ പറഞ്ഞത്, വീഡിയോ കാണിച്ചു. പർപ്പിൾ ലോട്ടസ്. ബാബാ സമയങ്ങളുണ്ടോ, നമുക്ക് രാമക്കല്ല് കയറുമേ, രാത്രിയാവും. ഇതാണ് ആ ഈഗിൾ കയറിട്ട് അവിടെ എന്തോ ഉണ്ട് അവിടെ കല്ലിന്റെ ഷേപ്പ്. അല്ല പക്ഷെ അവിടെ വീടുകളുണ്ടല്ലോ ചെറിയ കുട്ടി കുട്ടി. അത് ഷെഡ് കെട്ടി. അതാ കേറാണ്ട് പറഞ്ഞ. ഞങ്ങൾ പൈനാപ്പിൾ കഴിക്കാണ് ഗൈസ്. നല്ല പൈനാപ്പിളാ, എരിവിന്റെ അത് കാണിക്കാണോ. നമ്മൾ ഈ ഈഗിളിന്റെ മുകളിൽ കയറാണ് തെറ്റിരിക്കണേ. അറിഞ്ഞൂടാ. ഓ ശില്പിയുടെ പേര്. ഇത് മറ്റേ ലൈറ്റ് ഹൗസിൽ കയറുന്ന പോലെ റൗണ്ട് ആയിട്ട് കയറണം. ഡിസൈനായിരിക്കും. ഇതാണ് ഈഗിളിന്റെ മോളിൽ നിന്നുള്ള വ്യൂ അല്ലേ. ഇത് തമിഴ്നാടാണെന്നാണ് എൻ്റെ വിശ്വാസം. ആയിരിക്കും, അല്ലെങ്കിൽ തെറ്റായിരിക്കും. സോളാറായിരിക്കും. അതാണ് രാമക്കൽ കല്ല്. ഇതാണ് മുകളിലത്തെ വ്യൂ. നല്ല പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ. ഇതാണ് രാമക്കൽ മേട്. ശരിക്കും ഇത് കയറുമ്പോൾ വയ്യാണ്ടോ, പക്ഷെ ഞാൻ വരുമ്പോൾ തിരക്കുണ്ടായിരുന്നു. എൻ്റെ ടോയ്ലറ്റ് അവിടെയാണ്. ഞാൻ പറഞ്ഞത് അതെ, ഞാൻ പറഞ്ഞ അവിടെയാണ്. പർപ്പിൾ ലോട്ടസ് ഭയങ്കര സംഭവമാണോ? അങ്ങനെ കാണുന്നതാണോ? പിങ്ക് അല്ലേ കാണാം, പിങ്ക് വൈറ്റ്. അതെനിക്കറിയില്ല, ഞാൻ കാണാറില്ല. മീനൊന്നും ഇല്ലല്ലോ ബാബാ, സമയമില്ല. മീനൊന്നുമില്ല. മീനുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വെള്ളം ചീത്തയാവല്ലോ. ഇത് പർപ്പിൾ, ഇത് ബ്ലൂ അടി പൊട്ടി. ലാവണ്ടർ എന്തെങ്കിലും ആവട്ടെ. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, ആരും പേടിക്കണ്ട, എല്ലാവർക്കും വരുന്നതാണ്. ഈ രാമക്കൽ മേളിൽ കാണാൻ പറ്റിയ സ്ഥലമാണ് രാമക്കൽ. എന്നിട്ട് ആമപ്പാറ വ്യൂ പോയിന്റ് സ്റ്റാച്യു. ഇപ്പം നമ്മളവിടെ പോയി. ഇനി നമ്മൾ ഇവിടേക്ക് പോകുന്നു 1 കിലോമീറ്റർ വാക്കിംഗ്. ഈ വഴിയാണ് നടന്നു പോകേണ്ടത്.